പ്രവീൺ നെട്ടാരു വധക്കേസിലെ പ്രതിക്ക് കൊച്ചിയിൽ ഒളിത്താവളം ഒരുക്കിയത് PFI കേന്ദ്രങ്ങൾ. പ്രവീൺ നെട്ടാരു വധക്കേസിലെ മുഖ്യപ്രതി അബ്ദുൾ നാസർ, അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദ് എന്നിവർക്ക് വർഷങ്ങളോളം സുരക്ഷിത ഒളിത്താവളങ്ങൾ ലഭിച്ചിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ആണ് ചേരുന്നത്. രേഷ്മ, നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു വെച്ച കാര്യമാണ് ഈ കൊച്ചിയിൽ നിന്ന് പ്രതിയെ പിടികൂടുന്നത് സംബന്ധിച്ച് എങ്ങനെയൊക്കെയാണ് കേരളത്തിൽ നിന്ന് സഹായങ്ങൾ ലഭിച്ചത് സംബന്ധിച്ച് വളരെ നിർണായകമായ സൂചനകളിലേക്ക് നമ്മൾ എത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ് അല്ലെ? PFI കേന്ദ്രങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെ ഇയാൾക്ക് സഹായം ലഭിച്ചു എന്നുള്ളത്. എന്തായാലും എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് രേഷ്മ? രാഖി, 3 വർഷത്തോളമാണ് അബ്ദുൾ നാസർ ഇവിടെ കേരളത്തിൽ ഒളിവിൽ കഴിഞ്ഞത്. പള്ളുരുത്തിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം NIA ഇയാളെ പിടികൂടിയത്. NIAയുടെ കൊച്ചി, ബാംഗ്ലൂരു യൂണിറ്റുകൾ സംയുക്തമായിട്ട് നടത്തിയ ഓപ്പറേഷനിലാണ് ഇയാളെ പിടികൂടാൻ സാധിച്ചത്. ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ചോദ്യം ചെയ്യുന്ന വേളയിൽ ആരൊക്കെയാണ് അബ്ദുൾ നാസറിന് സഹായം നൽകിയിട്ടുള്ളത്, കേരളത്തിൽ പ്രാദേശിക സഹായങ്ങൾ ലഭിച്ചതായിട്ടുള്ള സൂചന കിട്ടിയിട്ടുണ്ട്. നേരത്തെ തന്നെ അബ്ദുൾ നാസർ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു രഹസ്യ വിവരം NIAയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കൃത്യമായി രഹസ്യമായി നടത്തിയ നിരീക്ഷണത്തിന് ഒടുവിലാണ് കഴിഞ്ഞ ദിവസം പള്ളുരുത്തിൽ നിന്ന് ഇയാളെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. പലപ്പോഴും നമുക്കറിയാം, ഈ PFI ഭീകരവാദികൾ ഇവിടെ താവളം ഒരുക്കിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് സുരക്ഷിതമായിട്ടുള്ള താവളം ഈ ശക്തി കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇയാൾ ഒരു PFI പ്രവർത്തകനാണ്, PFI ഭീകരവാദിയാണ്. ഇയാൾക്ക് വേണ്ടിയിട്ട് ഈ കൊലപാതകത്തിന് ശേഷം കൃത്യമായിട്ടുള്ള ഒളിത്താവളങ്ങൾ, സുരക്ഷിതമായിട്ടുള്ള ഒളിത്താവളങ്ങൾ കേരളത്തിലെമ്പാടും ഈ PFIയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല, ഈ ഒളിവിൽ കഴിയുന്ന PFI ഭീകരവാദികൾക്കായിട്ട് വിദേശത്ത് നിന്ന് പോലും ഫണ്ട് എത്തിക്കപ്പെട്ടിരുന്നു. അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് വിവിധ കേന്ദ്ര ഏജൻസികൾ കടക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഈ പ്രവീൺ നെട്ടാരു കൊല്ലപ്പെടുന്നത് 2022 ജൂലൈ 26-നാണ്. ബെല്ലാരിയിലെ സ്വന്തം കടയുടെ മുന്നിൽ വെച്ചാണ് PFI കൊലയാളി സംഘം ഇദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഗുണ്ടകൾക്ക് കൊട്ടേഷൻ നൽകിക്കൊണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ അതിന്റെ ഗൂഢാലോചനയിൽ, ആസൂത്രണത്തിൽ എല്ലാ പങ്കും വഹിച്ചിരുന്നത് PFIയുടെ മുൻനിര നേതാക്കന്മാരായിരുന്നു, PFI ഭീകരവാദികളായിരുന്നു. അതിനുശേഷം വ്യാപകമായിട്ട് NIA 16 ഇടങ്ങളിൽ, രാജ്യത്ത് 16 ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. കേരളത്തിൽ എറണാകുളത്തും റെയ്ഡ് 2024 നടത്തിയതാണ്. പക്ഷേ അന്നൊന്നും തന്നെ അബ്ദുൾ നാസറിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല. അങ്ങനെ 3 വർഷത്തിന് ശേഷമാണ് ഇയാളെ പിടികൂടാനായിട്ട് അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുള്ളത്. ഇയാളെ ആരൊക്കെയാണ് പ്രാദേശികമായിട്ട് സഹായിച്ചിട്ടുള്ളത്, ആരുടെയൊക്കെ സാമ്പത്തിക സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട്, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ കൈവെട്ടിയ കേസിലെ പ്രതിയായിട്ടുള്ള സവാദിനെയും സമാനമായിട്ടുള്ള രീതിയിൽ അയാൾക്ക് സുരക്ഷിതമായിട്ടുള്ള താവളം PFI കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്നു. സവാദിനെ വർഷങ്ങളോളം ഡിണ്ടിയിലും കണ്ണൂരിലും ഒക്കെ തന്നെ ഒളിവിൽ താമസിപ്പിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഈ കൊലപാതകമൊക്കെ ചെയ്തു വരുന്ന, അല്ലെങ്കിൽ സ്ഫോടനമൊക്കെ ചെയ്തു വരുന്ന ആളുകൾക്ക് കേരളത്തിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടം ഒരുക്കുക എന്നുള്ള രീതിയിലേക്ക് PFI താവളങ്ങൾ അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തന കേന്ദ്രങ്ങൾ മാറിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നിരോധനത്തിന് ശേഷവും PFI വലിയ രീതിയിൽ അതിന്റെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പലയിടങ്ങളിലും ഒരു നിശബ്ദമായിട്ടുള്ള പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും ഉണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ, IB ഉൾപ്പെടെ നിരീക്ഷിക്കുന്നത്. IB ഇത് സംബന്ധിച്ച് നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നതാണ്. 2010 ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിനു ശേഷം സവാദ് ഒളിവിൽ കഴിഞ്ഞ സമയത്ത് സവാദിന് ഫണ്ട് ഉൾപ്പെടെ ലഭിച്ചിരുന്നു എന്നാണ് അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഈ PFI കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് NIA കടക്കുകയാണ്. സവാദിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ള സൂചനയാണ്, അല്ലെങ്കിൽ പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. കാരണം അതോടൊപ്പം തന്നെ അബ്ദുൾ നാസർ എന്ന് പറയുന്ന വ്യക്തിക്ക് നേരത്തെ ചില സഹായങ്ങൾ അല്ലാത്ത രീതിയിൽ കേരളത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. ഈ കൊലപാതകത്തിൽ ഏതെങ്കിലും പങ്ക് കേരളത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ PFI ഭീകരവാദികൾക്കുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും NIA പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവരിക. അതെ, രാജ്യത്തെ തീവ്രവാദികൾക്കെല്ലാം ഒളിത്താവളങ്ങൾ ഒരുക്കുന്ന ഒരു കേന്ദ്രമായി കേരളം മാറുന്നു എന്നുള്ളതാണ്. തീവ്രവാദികളുടെ ഹബ്ബായി കേരളം മാറുന്നു എന്ന് ഓരോ ദിവസത്തെയും വാർത്തകൾ പുറത്തു വരുമ്പോൾ അത്തരം സംഭവങ്ങൾ കൂടുതൽ വെളിപ്പെടുന്നു എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായും. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ മഹിളാ ഐക്യവേദിയൊക്കെ പറഞ്ഞിരുന്നു കേരളം ഭീകര താവളമായി മാറുന്നു, കൃത്യമായ ഒരു നടപടി ഈ വിഷയത്തിൽ വേണം എന്നുള്ളത്. പക്ഷേ നമ്മുടെ ആഭ്യന്തര വകുപ്പ് എത്രത്തോളം ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പണ്ട് കേരളം ഭീകര താവളങ്ങളുടെ ഒരു സ്ലീപ്പർ സെല്ലായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് നമ്മളാരുമല്ല, അല്ലേ? പക്ഷേ അപ്പോഴും അതിനെ എതിർത്ത് പറയാൻ നമ്മുടെ ഭരണകൂടത്തിൽ
ആളുണ്ടായിരുന്നു അല്ലേ? അതെ, ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ അവർക്ക് എന്താണ് മറുപടി എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.